ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ ഈ രീതിയിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ മെറ്റീരിയലിനുള്ളിൽ എക്സ്റ്റേണൽ ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായി ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതിന്റെ ഫലമായി എക്സ്റ്റേണൽ ഫീൽഡിന്റെ സാന്നിധ്യത്തിൽ അവ ചെറുതായി റിപ്പൽ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് രൂപപ്പെടുത്തുന്നതിനാൽ ഈ മെറ്റീരിയലിനുള്ളിലെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡിലെ ഫീൽഡിനേക്കാൾ സ്ലൈറ്റ്ലി കുറവായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ഈ രീതിയിൽ കുറച്ച് അകലം കാണിച്ച് വരച്ചിട്ടാണ് നമ്മൾ കുറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്നത്. എന്നാൽ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എക്സ്റ്റേണൽ ഫീൽഡിന്റെ സാന്നിധ്യത്തിൽ ഈ ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലേക്ക് വളരെ ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഇവിടെ ഇൻസൈഡിലെ നെറ്റ് ഫീൽഡ് ഔട്ട്സൈഡിലെ ഫീൽഡിനേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും. ഈ രീതിയിലായിരിക്കും ഇവിടെ ഇൻസൈഡിലെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരുന്നത്. ഇത്തരത്തിൽ എക്സ്റ്റേണൽ ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യുന്നതിനാൽ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എക്സ്റ്റേണൽ ഫീൽഡിന്റെ സാന്നിധ്യത്തിൽ ചെറുതായി അട്രാക്ട് ചെയ്യപ്പെടുന്നു. എക്സ്റ്റേണൽ ഫീൽഡിന്റെ സാന്നിധ്യത്തിൽ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിലെ മാഗ്നറ്റിക് ഡൊമൈൻസ് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ അലൈൻ ചെയ്യപ്പെടുന്നത് വഴി വളരെ സ്ട്രോങ് ആയ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്റ്റേണൽ ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ ഫോം ചെയ്യുന്നു. ആയതിനാൽ ഇവ വളരെ സ്ട്രോങ് ആയി അട്രാക്ട് ചെയ്യപ്പെടുന്നു. ഇവിടെ ഇൻസൈഡിലെ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്റ്റേണൽ ഫീൽഡിനേക്കാളും വളരെ കൂടുതലായിരിക്കും. ഇവിടെ ബി നോട്ട് എന്നത് ഔട്ട്സൈഡ് ഫീൽഡും ബി ഇൻ എന്നത് ഇൻഡ്യൂസ്ഡ് ഫീൽഡുമാണ്. ഇവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ്സ് എക്സ്റ്റേണൽ ഫീൽഡിന് പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയാൻ സാധിക്കും. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ ഒഴിവാക്കാൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് കൈ അഥവാ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ 0 ആണെങ്കിൽ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡും 0 ആയിരിക്കും. അതായത് മാഗ്നറ്റൈസേഷൻ 0 ആയിരിക്കും. ഒരു എക്സ്റ്റേണൽ ഫീൽഡിന്റെ സാന്നിധ്യത്തിൽ മെറ്റീരിയൽ എത്ര എളുപ്പത്തിൽ മാഗ്നറ്റൈസ് ചെയ്യപ്പെടും എന്നതാണ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി പറയുന്നത്. ഇത് രണ്ടും മാഗ്നറ്റിക് ഫീൽഡ്സ് ആയതിനാൽ സസെപ്റ്റിബിലിറ്റി ഒരു യൂണിറ്റ്ലെസ് നമ്പർ ആയിരിക്കും. ഡയാമാഗ്നറ്റിന്റെ കേസിൽ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് എക്സ്റ്റേണൽ ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും പിന്നെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ ചെറുതുമായതിനാൽ അവയുടെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി വളരെ ചെറിയ വാല്യൂവും നെഗറ്റീവുമായിരിക്കും. പാരാമാഗ്നറ്റ്സിൽ ഇൻഡ്യൂസ്ഡ് ഫീൽഡ് വളരെ ചെറുതും എക്സ്റ്റേണൽ ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലുമായതിനാൽ സസെപ്റ്റിബിലിറ്റി വളരെ ചെറുതും പോസിറ്റീവുമായ വാല്യൂ ആയിരിക്കും. എന്നാൽ ഇവിടെ ഇൻഡ്യൂസ്ഡ് ഫീൽഡ് എക്സ്റ്റേണൽ ഫീൽഡിനേക്കാൾ വളരെ കൂടുതലായതിനാലും സെയിം ഡയറക്ഷനിലായതിനാലും നമുക്ക് സസെപ്റ്റിബിലിറ്റി വളരെ കൂടിയ ഒരു പോസിറ്റീവ് വാല്യൂ ആണ് എന്ന് പറയാൻ സാധിക്കും. ഇവിടുന്ന് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിന് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്നു. ഡയാമാഗ്നറ്റ്സിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റിയുടെ വാല്യൂ 1നേക്കാളും കുറച്ച് കുറവും പാരാമാഗ്നറ്റ്സിന്റെ 1നേക്കാളും കുറച്ച് കൂടുതലും ഫെറോമാഗ്നറ്റ്സിന്റെ 1നേക്കാളും വളരെ കൂടുതലുമായിരിക്കും. ഒരു സൂപ്പർ കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി വാല്യൂ -1 ആയതിനാൽ ഇത് ഒരു പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ പോലെ ബിഹേവ് ചെയ്യുന്നു.